ഹലോ. അപ്പോൾ ഈസ്റ്റർ മോർണിംഗിലെ ഞങ്ങളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അപ്പവും ബട്ടർ ചിക്കനുമായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാ ഈസ്റ്ററും ക്രിസ്മസും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബീഫും അപ്പവുമായിട്ടാണ് തുടങ്ങാറ്. പക്ഷേ ഇപ്രാവശ്യം തേങ്ങാപ്പാൽ വാങ്ങിക്കാൻ ഞാൻ മറന്നുപോയത് കാരണം കൊണ്ട് പിന്നെ രണ്ടാമത് പോകാൻ മടിയുമായി. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വെറൈറ്റിക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ബട്ടർ ചിക്കനും അപ്പമായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ ചിക്കൻ തലേ ദിവസം തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ അപ്പത്തിനുള്ള മാവും ഞാൻ തലേ ദിവസം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എളുപ്പമായിരുന്നു. അപ്പോൾ അപ്പത്തിന് അരയ്ക്കുമ്പോൾ ഞാൻ പച്ചരി കുതിരാനിട്ട് പച്ചരിയും അതിനകത്ത് 1 കപ്പ് ചോറും കുറച്ച് ഈസ്റ്റും 2 സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും കുറച്ച് ജീരകവും ചേർത്ത് അരച്ച് തലേ ദിവസം വയ്ക്കും. എന്നിട്ട് കുറച്ച് നേരം ഹീറ്ററിൻ്റെ അടുത്ത് വയ്ക്കും. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അയക്കുമ്പോൾ നല്ല ഇതുപോലെ പൊങ്ങിയിരിക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഹീറ്ററിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് നേരം വെക്കുകയുള്ളൂ. എന്നിട്ട് അപ്പം തന്നെ മാറ്റി വയ്ക്കുക. അതല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും അത് പുളിച്ച് പൊന്തി പോയിട്ടുണ്ടാകും. പിന്നെ ഭയങ്കര പുളിയായിരിക്കും. അപ്പോൾ നമുക്ക് അത്ര കറിയുടെ കൂടെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഇതുപോലത്തെ നല്ല അടിപൊളി മാവും കിട്ടും. അതിന് നല്ല അപ്പവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞങ്ങളുടെ ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. കാരണം കറിയും അപ്പവും നല്ലതായതുകൊണ്ട് നല്ല അടിപൊളി യമ്മിയായിരുന്നു. പക്ഷെ കഴിക്കണേൻ്റെ വീഡിയോ മാത്രം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നും കൂടെ പറയണേ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഈസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് അപ്പം ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞോളൂ. പിന്നെ നിങ്ങൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാറുണ്ടോയെന്നും എന്നോട് പറഞ്ഞോളൂ. അപ്പോൾ ബായ്. നെക്സ്റ്റ് വീഡിയോ ഞാൻ വരാം. ഈസ്റ്റർ ലഞ്ചിൻ്റെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യണമായിരിക്കും. Bye.